PSC നിയമന തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇറങ്ങി. തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഈ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം എന്താണ്? ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിൽ അവർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം അത് സംസ്ഥാന സർക്കാർ ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നാണ് തീരുമാനിച്ചത്. അഴിമതി നിരോധന നിയമപ്രകാരം അതിനകത്ത് അന്വേഷണം നടത്തണോ എന്നുള്ള കാര്യം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മതി എന്ന തീരുമാനത്തിലേക്കാണ് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ ഉത്തരവ് വേഗത്തിൽ തന്നെ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇന്ന് രാവിലെ കുറച്ച് മുമ്പ് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ PSCയുമായി ബന്ധപ്പെട്ട് PSC ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് അതടക്കം PSC ചെയർമാന്റെ അടക്കം മൊഴി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. അത് ഒരു വിഷയത്തിൽ മാത്രമല്ല ഈ പരിശോധന നടക്കുന്നത്. അപ്പോൾ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് പ്രധാനമായിട്ട് ഉയർന്നു വന്നതെങ്കിൽ അതിൽ മാത്രമല്ല അന്വേഷണം നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. KS പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PSCയിലെ താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് പരീക്ഷാ കൺട്രോളർ, ചെയർമാൻ അടക്കമുള്ളവരുടെ മൊഴി ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഉടനെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശമുള്ളത് കൊണ്ട് അതിവേഗതയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ക്രൈംബ്രാഞ്ച് ശ്രമിക്കുക. ശരി.